നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉടനടി പണ ആവശ്യത്തിനായി നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതേണ്ട ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ്. ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ പല വിധത്തിലുള്ള താന്ത്രിക വഴിപാടുകളെക്കുറിച്ചും ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട്. അതേ രീതിയിലുള്ള ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമ്മൾ കാണുവാൻ പോകുന്നത്. ഈ നമ്പറുകളെല്ലാം എഴുതി നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ ഒരിക്കലും നമ്മളെ തേടി പണം വരില്ല എന്ന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അതിൽ പ്രധാനമായുമുള്ള തടസ്സം എന്ന് പറയുന്നത് പണം നമ്മളിലേക്ക് വരുവാനുള്ള തടസ്സമാണ്. അതായത് ചിലർക്ക് പണം എവിടെ നിന്നെങ്കിലും ലഭിക്കുവാനുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് ഇതുവരെയും അത് കിട്ടുവാൻ സാധ്യതയില്ല. ചോദിച്ചു മടുത്തു. ഒരു അത്യാവശ്യ ഘട്ടത്തിനായി നമ്മൾ പണം കൊടുത്തതാണ്, പക്ഷേ ആ പണം തിരികെ തരുവാനുള്ള മനസ്സ് അവർ കാണിക്കുന്നില്ല. നമ്മൾ എത്ര തന്നെ ചോദിക്കുന്നു, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നോക്കി, പക്ഷേ ആ പണം എനിക്ക് തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ. അതുപോലെ തന്നെ ഒരു ജോലി കിട്ടിയാൽ അവരുടെ പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും, പക്ഷേ എനിക്ക് ഒരു ജോലി തടസ്സമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ. മാത്രമല്ല വസ്തുക്കളോ വീടോ അല്ലെങ്കിൽ സ്ഥലമോ വിൽക്കാനായിട്ടുണ്ട്, ഇതുവരെയും അതിൻ്റെ ശരിയായ ഒരാൾ നമ്മളിലേക്ക് എത്തിയിട്ടില്ല, അത് വാങ്ങിക്കുവാനോ വിൽക്കുവാനോ ഇതുവരെയും ഒരു വ്യക്തി നമ്മളിലേക്ക് വന്നെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ. മാത്രമല്ല കുറച്ച് രൂപ ചിട്ടിത്തുകയായി ലഭിക്കുവാനുണ്ട്, ആ ചിട്ടിത്തുക എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ. ഇങ്ങനെ പല വിധത്തിലും പണതടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടാണ് നമ്മൾ ഈ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ചെറിയ തോതിലുള്ള വരുമാന മാർഗം മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, നമുക്ക് നല്ല രീതിയിൽ വരുമാനം വന്നു ചേരുവാനും ഈ മാജിക്കൽ നമ്പറുകൾ നിത്യവും ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് പണം നമ്മളെ തേടി വരുന്നത് ഒഴികെ ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള മാജിക്കൽ നമ്പറുകളോ സ്വിച്ച് വേർഡുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ചെയ്ത് വെറുതെ ഇരുന്നാൽ ഒരിക്കലും പണം നമ്മളെ തേടി വരികയില്ല. അപ്പോൾ ഇനി നമ്മൾ പറയുവാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പർ എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടത്, അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ എത്ര തവണ എഴുതണം, മാത്രമല്ല നമ്മുടെ ഏത് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ എഴുതുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി കാണാം. അതായത് നമ്മുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയും ഉടനടിയുള്ള പണ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ്. സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുവാനായിട്ടാണ്, പക്ഷേ ഈ ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് നമ്മുടെ കൈകളിലാണ്. ഇതൊരു മാജിക്കൽ പണവശീകരണ നമ്പറാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേന കൊണ്ടോ അതല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമ്മുടെ കയ്യിൽ നമുക്ക് ഈ ഒരു മാജിക്കൽ നമ്പർ എഴുതാവുന്നതാണ്. ഇനി എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടത് എന്നാൽ ഇത് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മുടെ ഇടത് കൈത്തണ്ടയിൽ എഴുതാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ചിത്രം കൊടുക്കാം, അതിൽ എവിടെയാണ് എഴുതേണ്ടത് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ്. ഇനി എത്ര ദിവസങ്ങൾ നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ആവശ്യങ്ങൾ എപ്പോഴെല്ലാം ഉണ്ടോ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് 494 എന്നുള്ള ഈ മാജിക്കൽ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതാവുന്നതാണ്. വെറുതെ ഒരു രൂപ പോലും ചിലവില്ലാത്ത ഈ നമ്പറുകൾ എഴുതുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുടർച്ചയായി ഇതുപോലുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എഴുതി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് പണം നിങ്ങളെ തേടി വരുവാനുള്ള ഒരു വാതിൽ ഈ പ്രപഞ്ചം തുറന്നു തരുന്നതായിരിക്കും. ഇതുപോലുള്ള മെത്തേഡുകൾക്കായിട്ട് നമ്മൾ ആയിരങ്ങളോ 10,000 ലക്ഷങ്ങളോ ഒന്നും തന്നെ ചിലവാക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനായി ഇതുപോലുള്ള നമ്പറുകൾ എഴുതിയാൽ മാത്രം മതി. ഇത് പണ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 494 എന്നുള്ള ഈ നമ്പർ പണ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാനുള്ളത് വേണ്ടി മാത്രമാണ്. ഇതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറി കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഉയർച്ച വന്നു ചേരുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും തുടങ്ങി അനേകായിരം ഏഞ്ചൽ നമ്പറുകൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക തടസ്സത്തെ ഇല്ലാതാക്കുവാനും നമ്മളിലേക്കുള്ള പണവരവ് വർദ്ധിക്കുവാനും വേണ്ടിയുള്ളത് മാത്രമാണ്.
ഇനി നമ്മൾ ഇതുപോലുള്ള നമ്പറുകളോ സ്വിച്ച് വേർഡുകളോ പ്രയോഗിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്വിച്ച് വേർഡുകൾ എഴുതുന്നത് എന്നോ അതല്ലെങ്കിൽ ഈ നമ്പറുകൾ ചൊല്ലുന്നത് എന്നൊന്നും തന്നെ നിങ്ങൾ അവരുമായി പങ്കുവെക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച തുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളോ നേടിയെടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാം. മാത്രമല്ല, നമ്മുടെ കൈകളിൽ എഴുതുവാൻ നമുക്ക് താല്പര്യമില്ല എന്നിരിക്കെ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ ദിവസവും 21 തവണ ഈ 494 എന്നുള്ള നമ്പരും നിങ്ങൾക്ക് എത്ര രൂപ തുകയാണ് ആവശ്യം ആ തുകയും കിട്ടിയതായി ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നോട്ട് പുസ്തകത്തിൽ രാവിലെ ഉണർന്ന ഉടൻ തന്നെ എഴുതാവുന്നതാണ്. ഇതും നമുക്ക് പെട്ടെന്ന് ഫലം തരുന്നതാണ്. ഉദാഹരണത്തിന് നമുക്കൊരു 10,000 രൂപ അത്യാവശ്യമായ ആവശ്യമാണ്, ആരെങ്കിലും ഒന്ന് തന്ന് സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചവർ നമുക്ക് അതിനുള്ള അനുകൂലമായ മറുപടി തന്നാൽ മതി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മാജിക്കൽ നമ്പറുകൾ അപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. ഇത് നിങ്ങളിലേക്ക് നല്ല ഫലങ്ങളെ കൊണ്ടെത്തിച്ചു തരുന്നതായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള പണ ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കുവാനും നമ്മുടെ പഴയ പണ ആവശ്യങ്ങളെല്ലാം ഇല്ലാതാകുവാനും കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും നമുക്ക് ഈ നമ്പറുകൾ തുടർച്ചയായി നിത്യവും എഴുതുന്നതിലൂടെയോ അതല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൽ എഴുതുന്നതിലൂടെയോ അതുമല്ലെങ്കിൽ ഈ നമ്പർ നമ്മൾ തുടർച്ചയായി പറയുന്നതിലൂടെയോ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല, തുടർച്ചയായി നമ്മൾ ഈ നമ്പർ എഴുതുന്ന സമയത്ത് നമുക്ക് ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുവാനും സഹായിക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പണ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനായി ഈ നമ്പർ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.